വിഷയം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് രൂക്ഷ വിമർശനം. ഇ പിയുടേത് കമ്മ്യൂണിസ്റ്റിന് നിരക്കുന്ന രീതിയല്ല. തിരഞ്ഞെടുപ്പ് ദിനത്തിലെ ഇ പിയുടെ വെളിപ്പെടുത്തൽ തിരിച്ചടിയായെന്നും പ്രതിനിധികൾ. എം മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെയും പ്രതിനിധികൾ വിമർശിച്ചു. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, എന്തൊക്കെയായിരുന്നു വിമർശനം? ആരൊക്കെയാണ് ഈ വിമർശനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചത്? ജയരാജനെതിരെയാണ് പ്രതിനിധികൾ രംഗത്തെത്തിയത്. ഇ പി ജയരാജൻ പലപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളാണ് ഇ പി ജയരാജന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇ പിയുടേത് കമ്മ്യൂണിസ്റ്റ് നിരക്കുന്ന രീതിയല്ല എന്നാണ് പ്രതിനിധികൾ പ്രധാനമായി ഉന്നയിച്ച ഒരു പരാമർശം. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇ പിയുടെ വെളിപ്പെടുത്തൽ വലിയ തിരിച്ചടി പാർട്ടിക്കും അതുപോലെ മുന്നണിക്കും ഉണ്ടാക്കി. സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ പങ്കെടുത്ത 7 കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇത്തരത്തിലെ വിമർശനം ഇ പി ജയരാജനെതിരെ ഉന്നയിച്ചത്. അതുപോലെ തന്നെ കൊല്ലം പാർലമെന്റ് സീറ്റിൽ മത്സരിച്ച എം മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് പ്രതിനിധികൾ രംഗത്തെത്തി. എം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് പ്രതിനിധികൾ ചോദിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശം ഇരിക്കുമ്പോഴല്ലേ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്? അതുകൊണ്ടാണ് കനത്ത പരാജയം എൻ കെ പ്രേമചന്ദ്രനെതിരെ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. നേരത്തെ സമാനമായി എൻ കെ പ്രേമചന്ദ്രനെതിരെ മത്സരിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി നിയോഗിക്കണമായിരുന്നു. എം മുകേഷിനെ പോലുള്ള സിനിമാ താരത്തെ എന്തിനാണ് പാർട്ടി നിയോഗിച്ചതെന്നും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ എം മുകേഷ് പ്രചരണത്തിന് ഇറങ്ങിയില്ല. അദ്ദേഹത്തിന്റെ പ്രചരണ സമയങ്ങളെല്ലാം തന്നെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അവസാനിപ്പിച്ച് മടങ്ങുന്ന രീതിയാണ് എം മുകേഷിനുള്ളത് എന്ന് പ്രതിനിധികൾ വിമർശിച്ചു. ചടയമംഗലത്ത് നിന്നുള്ള പ്രതിനിധികളാണ് ഈ വിമർശനം ഉന്നയിച്ചത്. ഈ എം മുകേഷിനെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാകില്ല എന്നും പറയുന്നു. മറ്റൊരു കാര്യം എ കെ ബാലനെതിരെയുള്ള വിമർശനമാണ് ഇപ്പോൾ വരുന്ന വാർത്ത. എ കെ ബാലൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എ കെ ബാലൻ നടത്തിയ പരാമർശങ്ങൾ വലിയ തിരിച്ചടി പാർട്ടിക്കുണ്ടായെന്നും പ്രതിനിധികൾ പറയുന്നു. അതായത് സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ BJP വിട്ട് പുറത്തു വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ സ്വാഗതം ചെയ്തതും അതുപോലെ അവരെ പ്രകീർത്തിച്ചതും പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു തുടങ്ങിയ പ്രധാനപ്പെട്ട പരാമർശങ്ങളാണ് പ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും പ്രതിനിധി ചർച്ച ഇപ്പോഴും തുടരുകയാണ്. സംഗീത. ഷമീർ, ഇ പിയുടെ വാക്കുകളെ ആദ്യം മുതൽ പാർട്ടി വിശ്വാസത്തിലെടുത്തതാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിമർശനം പരസ്യമായി തന്നെ ഉയരുന്നത്. ഇത് വരും ദിവസങ്ങളിൽ എത്രത്തോളമായിരിക്കും രാഷ്ട്രീയമായി പ്രതിഫലിക്കുക? ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ജില്ലാ സമ്മേളനമാണ് ഈ കൊല്ലം ജില്ലാ സമ്മേളനം. അതുകൊണ്ട് തന്നെ മറ്റു സമ്മേളനങ്ങളിലും ഇത്തരത്തിൽ ഇ പിക്കെതിരെ വിമർശനം ഉണ്ടാകാനാണ് സാധ്യത. ഭൂരിപക്ഷം പ്രതിനിധികളും ഇ പിയുടെ നടപടികളെ ന്യായീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇ പി എല്ലാ സമ്മേളനങ്ങളിലും ഇ പിക്കെതിരെ ഇത്തരം പരാമർശങ്ങളും അതുപോലെ ചർച്ചകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇ പി ഒറ്റപ്പെടാനാണ് സാധ്യത. പാർട്ടിക്കുള്ളിലെ പ്രതിനിധികൾ ഒരേ സ്വരത്തിലാണ് ഇ പി ജയരാജന്റെ നടപടികൾക്കെതിരെ രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഇ പി വലിയ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ ജില്ലാ സമ്മേളനങ്ങളിലെ പ്രതികളുടെ ഈ രൂക്ഷ വിമർശനം. അത് മറ്റ് സമ്മേളനങ്ങളിലും പ്രതിഫലിക്കാനാണ് സാധ്യത. സംഗീത. ശരി ഷമീർ, CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനടക്കം രൂക്ഷ വിമർശനം നേരിട്ടിരിക്കുന്നത്. ഇ പി ജയരാജനും ഒപ്പം എം മുകേഷ് MLA-ക്കും എ കെ ബാലനുമൊക്കെയാണ് വിമർശനം നേരിട്ടിരിക്കുന്നത്. ഇ പിയുടേത് കമ്മ്യൂണിസ്റ്റിന് നിരക്കുന്ന രീതിയല്ല. തെരഞ്ഞെടുപ്പ് ദിനത്തിലെ ഇ പിയുടെ വെളിപ്പെടുത്തൽ തിരിച്ചടിയായെന്നും പ്രതിനിധികൾ വിലയിരുത്തിയിരിക്കുന്നു. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്തു നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.